ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അധികം വേണ്ട കേട്ടോ. ഇനി എന്റെ വിഹിതം. കുരുമുളക്. എന്നെ ഈ കാര്യം ഏൽപ്പിച്ച എല്ലാവർക്കും അഭിമാനമാകുന്ന രീതിയിൽ അത് പാടി പൂർത്തിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ഭഗവാനെ, എന്താ ഇത്? ഇതെന്തെങ്കിലും സൂചനയാണോ? പിതാ മാഡത്തിനെ വിളിച്ചു പറഞ്ഞാല് അവരും ടെൻഷനാവുമല്ലോ. അരുതാത്ത എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. എന്റെ കൂടെ ഉണ്ടാവണം. പോവാതിരിക്കാൻ മറ്റൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ടാ. ഇനി നമ്മളായിട്ട് വേറെ ചായ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരാവശ്യം നോക്കി. വരുണൻ രാധിക ഇറങ്ങാറായി. രാധികയ്ക്ക് ചായയിൽ ഇഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാടാൻ പോവല്ലേ? അമ്മേ അച്ഛൻ തിരക്കുന്നുണ്ടായിരുന്നു. എവിടെ? അച്ഛൻ വിളിക്കുന്ന കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും അല്ലേ? ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ശരി. അപ്പൊ ഇതാണ് പാട്ടുകാരിക്കുള്ള പ്രത്യേക ഔഷധം. ഇതെന്തായാലും നന്നായി കൽപ്പന. നമ്മൾ എന്തെങ്കിലും ചേർത്താലും ഇനി കുഴപ്പമൊന്നും വരില്ലല്ലോ. പ്രിയങ്കേ, നിന്റെ ഐഡിയ നടത്താനുള്ള സമയായി. ദേ, ഇതാണ് അവൾക്ക് വേണ്ടി ഇട്ട് വെച്ചിരിക്കുന്ന ചായ. ഞാനൊന്ന് നോക്കട്ടെ. എവിടെ? ഇത് കൊള്ളാം. അധികം വേണ്ട കേട്ടോ. ഇനി എന്റെ വിഹിതം. കുരുമുളക്. എനിക്കൊരു അവസരം എന്താ? നീ മസാല എടുക്ക്. മസാല ദേ.
കലക്ക് കലക്ക് ഏ എന്ത് അയ്യോ ഉപ്പ് വേണോ വായിൽ വെക്കുമ്പോ അറിയാൻ പറ്റും. അവളുടെ ആഗ്രഹമല്ലേ, ഇട്ടോട്ടെ. പാവ എന്റെ കൊച്ച്, ഇട്ടോട്ടെ. ചെല്ല്. നീ ഇട്ടോ, ഇട്. കുറച്ച് കുറച്ച് ശ്ശോ. അടക്കി അടക്കി. ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരിക്ക് ഏറ്റവും നല്ല പാട്ട് പാടാൻ നമ്മളെല്ലാരും ചേർന്നുള്ളൊരു സമ്മാനം അല്ല ചെറിയമ്മ? അമ്മ ഇതില് ഇഞ്ചിപ്പൊടിയോ മറ്റോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കൈ കൊണ്ടാ കൊടുക്കുന്നെങ്കിൽ സംശയമൊന്നും ഇല്ലാതെ അവള് കുടിച്ചോളും. കൽപ്പനെ, അയ്യോ, ഇങ്ങോട്ട് പോ, പോ. കൽപ്പനെ, ഓ അച്ഛനെന്നെ വിളിച്ചില്ലെന്നാണല്ലോ പറഞ്ഞത്. അയ്യോ, ഞാൻ ശരിക്കും കേട്ടതാ. ഇനിയിപ്പൊ എനിക്ക് തോന്നിയതാണോ? എന്തെങ്കിലും ആവട്ടെ. ഉർവശി, വരുണും രാധിക ഇറങ്ങാറായി. ദേ, ഇത് വരുണിനുള്ളത്, പിന്നെ ഇത് രാധികയ്ക്കുള്ളത്. ഒന്ന് കൊണ്ടുപോയി കൊടുക്ക. ദേ ഉർവശി, ഇതും കൂടെ കൊണ്ടുപോ. എന്നെ കൊണ്ടാവില്ല എടുത്തേ. വരുണിന് ചായ കൊടുക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ അവളുടെ ദാസിയാവാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ചായ കൊടുക്കുന്നതിന് എന്തിനാ ദാസി എന്നൊക്കെ പറയുന്നേ? കഷ്ടം തന്നെ. ഞാൻ കൊടുത്തോളാം. പോയി 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 പോയോ? പൊയ്ക്കോ. മോളെ വാ. ഒരുങ്ങി സമയം പോയി അറിഞ്ഞില്ലടോ. സ്റ്റുഡിയോയിലെത്താൻ സമയമായി. ഞാനേ ഒരുങ്ങാൻ അധികം സമയം എടുത്തില്ല. എന്നെ കുറ്റം പറയാൻ വേണ്ട. അതെ, ഒരുങ്ങാൻ സമയത്ത് ഞാന് ഇത്രയും വലിയ പാട്ടുകാരോട് ഇപ്പം പോകുമ്പോഴേ ഒരു മൊഞ്ചൊക്കെ വേണ്ടേ? ഓ മുത്തശ്ശി, നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ, ഇയാൾ ഒരുങ്ങി കഴിയണ്ട മുത്തശ്ശി. വെറുതെ പറയല്ലേ. ഇപ്പൊ ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോ ഒരുങ്ങാൻ കൂടുതൽ സമയം എടുത്തത് വരുണാന്ന് വരുൺ പറഞ്ഞതേ ഉള്ളൂ മുത്തശ്ശി. ആ തർക്കമൊക്കെ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് പോവാൻ നോക്ക്. വരുൺ, എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് നന്നായിട്ട് പാടാൻ കഴിയണം. നിന്റെ കണ്ണനെന്നും നിന്റെ കൂടെ ഇല്ലേ മോളെ? അതിലും വലിയൊരു അനുഗ്രഹം വേറെ എവിടുന്ന് കിട്ടാനാ? നന്നായി വരും.